ഓം ശാന്തി. ഓം ശാന്തി. ഇന്ന് നമുക്ക് ഈ രാമായണ സദസ്സിൽ 3 രാമന്മാരെ കുറിച്ച് ചിന്തിക്കാം. കാരണം രാമായണത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് രാമൻ്റെ 3 ഭാവങ്ങൾ ദർശിക്കേണ്ടി വരും. രാമായണത്തിലെ ഓരോ സംഭവങ്ങളും സാഹചര്യങ്ങളും മാറുന്നതിനനുസരിച്ച് രാമഭാവവും നമുക്ക് മാറി ചിന്തിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ ശരിക്കും അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അതിലൂടെ നമുക്ക് കിട്ടേണ്ട രാമതത്വം പൂർണ്ണമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ ആ 3 രാമഭാവം അല്ലെങ്കിൽ 3 രാമന്മാരാരാണ്, അതാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം. ഒന്നാമത്തെ രാമൻ, നമ്മുടെ രാമായണത്തിലെ മുഖ്യമായ കഥാപാത്രം ശ്രീരാമചന്ദ്രനാണ്. അപ്പം നമുക്ക് രാമായണത്തിൽ ആദ്യം ദർശിക്കേണ്ട ഭാവം ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായ രഘുവംശ രാജകുമാരൻ ശ്രീരാമചന്ദ്രൻ. അതാണ് ഒരു രാമൻ. നമുക്ക് രാമായണത്തിലൂടെ നീളം ആ രാജകുമാരൻ്റെ ജീവിതത്തെ ദർശിക്കാൻ പറ്റും. രണ്ടാമത്തെ രാമൻ അല്ലെങ്കിൽ രാമഭാവം ആത്മാവിനെ തന്നെ രാമനായിട്ട് കാണിക്കുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും ആത്മാവിൻ്റെ ജീവിത യാത്രയെക്കുറിച്ചാണ് നമുക്ക്, അതായത് ആത്മാവാകുന്ന രാമൻ ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ ജീവിത യാത്ര ആയിട്ട് നമുക്ക് ചില സന്ദർഭങ്ങളിലെല്ലാം രാമായണത്തെ കാണേണ്ടി വരും. ഇനി മൂന്നാമതൊരു രാമനെയും കൂടെ നമുക്ക് രാമായണത്തിൽ കാണാം. അതാണ് പരമാത്മാവാകുന്ന രാമൻ. പക്ഷെ ഇതിൽ ഏത് രാമനാണ് എന്നുള്ളത് നമുക്ക് സന്ദർഭം അനുസരിച്ച് മാറി ചിന്തിക്കേണ്ടി വരും. അപ്പോഴേ ഓരോ സന്ദർഭത്തിൻ്റെയും സാരാംശം, രാമകഥയിലെ ജീവിതസാരം അപ്പം മാത്രമേ നമുക്ക് ശരിക്കും പിടികിട്ടുള്ളൂ. അതിലൊന്നാമത്തെ ശ്രീരാമചന്ദ്രനെ തന്നെ നമുക്ക് നോക്കാം. രഘുവംശ രാജകുമാരൻ്റെ ജീവിതയാത്ര. അയോധ്യയിൽ ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായിട്ട് കടന്നു പോകുന്ന ശ്രീരാമചന്ദ്രൻ്റെ ജീവിതം നമ്മൾ നോക്കിയാൽ ഇപ്പം ശ്രീരാമചന്ദ്രൻ ഇവിടെ ജീവിച്ചിരുന്ന് കടന്നു പോയ ആളാണ്. അപ്പം നമ്മുടെ പൂർവികനാണ്. അങ്ങനെയെങ്കിൽ ആ ഉത്തമ പുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ദർശിക്കാൻ കഴിയുന്ന എന്ത് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ രാമായണത്തിലൂടെ നമുക്ക് കൈമാറിയിരിക്കുന്നത്. എന്തിനാണ് ഈ ജീവിതകഥ നമ്മുടെ മുന്നിൽ തന്നിരിക്കുന്നത്? എന്താ നമുക്ക് ഉൾക്കൊള്ളേണ്ടത്? ശ്രീരാമനെ ശരിക്കും കാണിച്ചിരിക്കുന്നത് ധർമ്മത്തിൻ്റെ ഒരു പ്രതിമൂർത്തിയായിട്ടാണ്. ധർമ്മത്തിന് ഒരു മനുഷ്യരൂപം കൊടുത്താൽ എങ്ങനെയുണ്ടാവും? അതാണ് നമ്മൾ ശ്രീരാമചന്ദ്രൻ്റെ ജീവിതകഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് പറയാറുണ്ട്, രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാ പറയണം. അപ്പം ശ്രീരാമനെ കാണിച്ചിരിക്കുന്നത്, ശ്രീരാമ വിഗ്രഹം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ശ്രീരാമനെ ശരിക്കും കാണിച്ചിരിക്കുന്നത് ധർമ്മത്തിൻ്റെ രൂപത്തിലാണ്. അതായത് മാനവ ജീവിതം ധർമ്മത്തിൽ അനുഷ്ഠിതമാകുമ്പോൾ ഒരു വ്യക്തി എങ്ങനെയായിരിക്കും? പുത്രനായിട്ട് ശ്രീരാമചന്ദ്രൻ ദശരഥ പുത്രനായിരിക്കുമ്പോൾ ആ പുത്രൻ എങ്ങനെയായിരിക്കണം? ഒരു ഉത്തമ പുത്രൻ, ഒരു ഉത്തമനായ പതി, ഒരു ഉത്തമനായ രാജകുമാരൻ, ഉത്തമനായ ഒരു രാജാവ്. ഏത് റോള് പ്ലേ ചെയ്യുമ്പോഴും നമുക്കെല്ലാവർക്കും ജീവിതയാത്രയിൽ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നവരെ പല റോളുകൾ അഭിനയിക്കേണ്ടതുണ്ട്. ഒരു പുരുഷനാണെങ്കിൽ മകനായിട്ട്, അച്ഛനായിട്ട്, പതിയായിട്ട്, സഹോദരനായിട്ട്, ഓഫീസിലാണെങ്കിൽ ഓഫീസറായിട്ട്, അയൽക്കാരോടൊപ്പം അയൽക്കാരനായിട്ട് പല വേഷങ്ങൾ അഭിനയിക്കേണ്ടത്. അപ്പം ഏതെല്ലാം വേഷം കിട്ടുമ്പോഴും ആ വേഷങ്ങളെല്ലാം എങ്ങനെ ധർമ്മത്തിലിരുന്ന് നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റും ഓരോ പാർട്ട് അഭിനയിക്കുമ്പോഴും. അതാണ് ശ്രീരാമനിൽ നമ്മൾ കാണുന്നത്. ഒരിക്കലും ശ്രീരാമചന്ദ്രൻ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല, വിപരീത സാഹചര്യത്തിൽ പോലും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പറയാറുണ്ടല്ലോ, ജീവൻ പോയാലും ധർമ്മം കൈവിടില്ല എന്ന് നമ്മൾ ചൊല്ലി കേട്ടിട്ടുണ്ട്. അതാണ് ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്ന രാജകുമാരൻ്റെ ജീവിതയാത്രയിൽ നമുക്ക് രാമായണത്തിലൂടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ശ്രീരാമൻ്റെ തന്നെ നോക്കൂ, രാമകഥയിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ ശ്രീരാമചന്ദ്രന് ജീവിതത്തിൽ എത്ര വിപരീത സാഹചര്യങ്ങളും പരീക്ഷണങ്ങളും വരുന്നത്. ഇന്നത്തെ നമ്മുടെ ജീവിതം പോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺസ് ജീവിതത്തിൽ വരും.
പ്രത്യേകിച്ച് ഇപ്പോൾ പറയാറില്ലേ, കലിയുഗ കാലഘട്ടത്തിൽ അൺസർട്ടനിറ്റിയുടെ ഒരു കാലഘട്ടമാണ്, അനിശ്ചിതത്വമാണ്. അടുത്ത നിമിഷം എന്താ, ഇന്ന് സ്നേഹമായിട്ടിരിക്കുന്ന ആൾ ചിലപ്പോൾ അടുത്ത ദിവസം അവരുടെ അടുത്ത് നിന്ന് തന്നെയായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ചതി ഉണ്ടാകണം. നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവരായിരിക്കും ചിലപ്പോൾ നമ്മളെ വഞ്ചിക്കണേ. ഇന്ന് നോക്കുമ്പോൾ നമ്മൾ നല്ല പെർഫെക്റ്റ് ഹെൽത്തോടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ പെട്ടെന്നാണ് ചില അസുഖങ്ങൾ പിടികൂടുന്നത്. അപ്പം അപ്രതീക്ഷിത സംഭവങ്ങൾ, അനിശ്ചിതത്വം, ഇത് നാൾക്കുനാൾ നമ്മുടെ ജീവിതത്തിലും കൂടി വരിക. ആരെപ്പോലെ? ശ്രീരാമചന്ദ്രന് ജീവിതത്തിൽ നേരിടേണ്ടി വന്നതുപോലെ. പക്ഷേ നമ്മളും ശ്രീരാമനും തമ്മിലുള്ള വ്യത്യാസം എന്താ കാണുന്നത്? ശ്രീരാമചന്ദ്രന്റെ ജീവിതത്തിലെ പരീക്ഷകൾ വന്നപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് നേരിട്ടത്? പരീക്ഷ നമുക്കും വരുന്നുണ്ട്, അദ്ദേഹത്തിന് മുന്നിലും വന്നു. പക്ഷെ അദ്ദേഹം ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളെയും എങ്ങനെ ഹാൻഡിൽ ചെയ്തു, ആ ഹാൻഡ്ലിങ് പവർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡുകളായിരുന്നു. ഏത് വിപരീത സാഹചര്യത്തിൽ എന്ത് ചെയ്തില്ല? ആള് കുലുങ്ങിയിട്ടില്ല, ഇളകിയിട്ടില്ല, അസ്വസ്ഥനായിട്ടില്ല, സ്വയം അസ്വസ്ഥനായിട്ടില്ല. സാഹചര്യങ്ങൾ അസ്വസ്ഥമാക്കാൻ വന്നു, പക്ഷെ ശ്രീരാമചന്ദ്രൻ ഒരിക്കലും അതിൻ്റെ പേരിൽ അസ്വസ്ഥനായില്ല. സ്വയം അസ്വസ്ഥനാകാതെ തന്നെ വിപരീത സാഹചര്യങ്ങളെ ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റി. കാരണം സ്വയം അസ്വസ്ഥനാകുമ്പോൾ എന്താ സംഭവിക്കുക? സ്വസ്ഥിതി ഇളകിയ പരിതസ്ഥിതികളുടെ മുന്നിൽ നമുക്ക് ഒരു നല്ല തീരുമാനം എടുക്കാനോ ആ സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ ഒരു പെരുമാറ്റം നമ്മളിൽ നിന്നും ഉണ്ടാവില്ല. കാരണം നമ്മളെ ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഒരു വിപരീത സാഹചര്യം ജീവിതത്തിൽ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് മനസ്സ് കലങ്ങിയ എന്താ സംഭവിക്കുക? പരിഭ്രമം, ബേജാറ്, ടെൻഷൻ, സംഘർഷം. അപ്പം നമ്മൾ ഡിസ്റ്റർബാവും, നമ്മൾ നമ്മുടെ കൂടെയുള്ളവരെയെല്ലാം ഡിസ്റ്റർബാക്കും. നമ്മൾ പിന്നെ ചെയ്യുന്ന കാര്യം വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മുടെ ഡിസ്റ്റർബൻസ് പ്രതിഫലിക്കും. അതുമാത്രമല്ല, ആ സമയത്ത് ആ സാഹചര്യം ഒന്നും ഓർത്ത് അതിനെ നേരിടണം, ക്രോസ് ചെയ്യണം. ആരുടെ മുന്നിൽ എന്ത് പ്രശ്നം വന്നാലും നമുക്ക് നേരിട്ടേ പറ്റുള്ളൂ. അപ്പം അത് നേരിടുന്ന സമയത്ത് ഏറ്റവും നല്ലൊരു തീരുമാനം പോലും എടുക്കാൻ നമുക്ക് പറ്റില്ല. പ്രശ്നം എന്തായാലും വന്നു, പിന്നെ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്കെന്താ വേണ്ടേ? സൊല്യൂഷൻ വേണം. ശ്രീരാമചന്ദ്രൻ അതാ കണ്ടേ. ഓരോ പ്രശ്നം തന്റെ മുന്നിൽ വന്നപ്പോഴും ശാന്തനായി സൊല്യൂഷൻസ്, പരിഹാരങ്ങൾ കണ്ടു. പ്രശ്നങ്ങളെക്കുറിച്ച് ആരോടും വർണ്ണിച്ചുകൊണ്ട് നടന്നില്ല. സ്വന്തം ഭാര്യയോട് പോലും പ്രശ്നം പറയുകയല്ല ചെയ്തത്. ഓരോ പ്രശ്നം വന്നപ്പോഴും അതിനുള്ള പരിഹാരം കണ്ടുകൊണ്ട് മുന്നോട്ട് പോയി. രണ്ടാമത് അദ്ദേഹത്തിലൂടെ നമുക്ക് കിട്ടിയ പാഠം എന്താണ്? ഒരു സാഹചര്യത്തിൽ ആരെയും കുറ്റപ്പെടുത്തിയില്ല, സാഹചര്യത്തെയും കുറ്റപ്പെടുത്തിയില്ല, വിധിയെയും പഴിച്ചുകൊണ്ടിരുന്നില്ല. അയ്യോ എനിക്ക് കാട്ടിപ്പോകേണ്ടി വന്നല്ലോ, കൈകേയി മാതാവ് എന്നോട് ഇങ്ങനെ ചെയ്തുവല്ലോ. മന്ദരെ പോലും കുറ്റപ്പെടുത്തുന്നില്ല, അച്ഛനെ ചോദ്യം ചെയ്യുന്നുമില്ല. അങ്ങെന്തിനാ എൻ്റെ പട്ടാഭിഷേകത്തിന് പകരം എന്നെ കാട്ടിലേക്ക് വിടുന്ന വരം എന്തിനാ അമ്മയ്ക്ക് കൊടുത്തേ? അച്ഛനെയും ചോദ്യം ചെയ്തില്ലേ? ഇനി വേണമെങ്കിൽ സീതയോടുത്ത് കയർക്കാമായിരുന്നു. നീ എൻ്റെ ജീവിതത്തിൽ കയറി വന്നിട്ടല്ലേ എനിക്കിങ്ങനെയൊക്കെ, ഇതുവരെ ഞങ്ങൾ എത്ര സുഖമായിരുന്നു. അപ്പം നമ്മളങ്ങനെയല്ലേ കൂടുതലും കുടുംബങ്ങളിൽ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ കൂടുതലും ഫാമിലിയിൽ അതാ പ്രോബ്ലം. ചില കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഓരോ പ്രശ്നത്തിന് ആരെയും കുറ്റം പറയും? കല്യാണം കഴിച്ചൊരു പെൺകുട്ടി വീട്ടിലേക്ക് കയറി വന്നാൽ ആ പെൺകുട്ടി കാരണം, നീ കാരണം ഇന്ന് വരെ ഞങ്ങളുടെ വീട്ടിലെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നിന്റെ കാലെടുത്ത് വെച്ച് ഇവിടെ പ്രശ്നം തുടങ്ങി. പിന്നെ എന്തൊക്കെ പ്രശ്നം ആ വീട്ടിലുണ്ടാകുന്നോ എല്ലാത്തിനും ആ പെൺകുട്ടിയെ തന്നെ കുറ്റം പറയും. ആ പെൺകുട്ടിയല്ല, അതിന് പകരം വേറെ ഏത് പെൺകുട്ടി വന്നാലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നം ഇത് നമുക്കുള്ള പ്രശ്നമാണെന്ന് നമ്മൾ തിരിച്ചറിയണില്ല. പകരം ആരെ കുറ്റപ്പെടുത്തും? ആ പെൺകുട്ടിയെ കുറ്റപ്പെടും. നിരപരാധിയായ പെൺകുട്ടിക്ക് ജീവിതകാലം മുഴുവൻ കഷ്ടം. ഒരിക്കലൊരു പെൺകുട്ടി റിയൽ എക്സ്പീരിയൻസ് പറഞ്ഞതാ. സിസ്റ്റർ കല്യാണം കഴിച്ച അന്നു മുതൽ ആ വീട്ടിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായ എല്ലാം എൻ്റെ കാരണമാണെന്ന് പറഞ്ഞ് പിന്നെ മന്ത്രവാദം ഒഴിപ്പിക്കുക. എന്തോ എൻ്റെ ദേഹത്ത് മന്ത്രവാദം കൂടിയിട്ടുണ്ട്, പ്രേതം കൂടിയിട്ടുണ്ട്, ഭൂതം കൂടിയിട്ടുണ്ട് എന്നിട്ട് ഒഴിപ്പിക്കാൻ, അടിക്കാൻ, ഒരാളെ കൊണ്ടുവന്ന് നിറയെ ഉപദ്രവിച്ചു, എന്തൊക്കെയോ ചെയ്തിട്ട് കത്തിക്കുക, പൊള്ളിക്കുക ദേഹത്തെ. അതുകൊണ്ടാണ് ഈ വീട്ടിൽ പ്രശ്നം, അതുകൊണ്ടാണ് ഈ വീട്ടിൽ ബുദ്ധിമുട്ടുകൾ വരണേ. ആ കുട്ടി പറഞ്ഞ് പൊട്ടിക്കരയുക. അവസാനം ഡൈവോഴ്സിൻ്റെ ഘട്ടം വരെ എത്തി. കാരണം എല്ലാ കാര്യത്തിനും ഈ കുട്ടിയെ കുറ്റപ്പെടുത്തുക, ഈ രീതിയിൽ ഉപദ്രവിക്കുക. അപ്പം 21ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഇപ്പോഴും മനുഷ്യൻ്റെ മനസ്സിൽ അജ്ഞാനങ്ങൾ മാറിയിട്ടില്ല. അതാണ് ശ്രീരാമചന്ദ്രന് നമുക്ക് കിട്ടണ രാമതത്വം. അദ്ദേഹം എന്താ ചെയ്തത്? ആരെയും കുറ്റപ്പെടുത്തിയില്ല, പകരം എന്ത് ചെയ്തു? എല്ലാ സാഹചര്യത്തിലും
താൻ എന്താ ചെയ്യേണ്ടത് അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്തു, തൻ്റെ ഭാഗം അഭിനയിച്ചു. വീട്ടിൽ ഇത്രയും വലിയൊരു പ്രതിസന്ധി ഘട്ടം, എല്ലാവർക്കും വിഷമം, അതിലേറ്റവും കൂടുതൽ ഷോക്ക് ഉണ്ടാകേണ്ടത് അദ്ദേഹത്തിനാണ്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റാ. രാജ്യത്ത് നിന്ന്, അയോധ്യ എന്ന് പറയുന്ന സുന്ദര രാജ്യത്ത് നിന്ന് കാട്ടിലേക്ക് പോവാണ്. എത്ര വലിയൊരു വിപരീത പരിതസ്ഥിതിയാണ്, ജീവിതത്തിൽ എത്ര വലിയൊരു ടേണിംഗ് പോയിന്റാണ്. പക്ഷെ ആ സാഹചര്യം ഇത്രയും ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് നേരിടുന്നതിനോടൊപ്പം എന്താ ചെയ്തത്, പോകുന്ന ആ വീട്ടിൽ ആരൊക്കെ വിഷമിക്കുന്നുണ്ടോ ഈ പ്രശ്നത്തിൽ എല്ലാവരെയും ആശ്വസിപ്പിക്കാൻ, എല്ലാവർക്കും അവനവൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. കൗസല്യ മാതാവിനാകട്ടെ, കൈകേയിക്കാകട്ടെ, ഊർമിളയ്ക്കാകട്ടെ, ഓരോരുത്തർക്കും ഇനി എന്താ ചെയ്യണ്ടേ, എന്ത് കഴിഞ്ഞു പോയോ, സംഭവിച്ചല്ലോ, വരം ചോദിച്ചല്ലോ, കൈകേയി മാതാവ് അങ്ങനെ ചോദിക്കാൻ പാടില്ല, മന്ത്രി എന്തിനാ ഇങ്ങനെ ചെയ്തേ, അച്ഛനെന്തിനാ ഇങ്ങനെ ചെയ്തേ. സാധാരണ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നേ, കൂടുതൽ സമയം ഏതിലാ പോണേ, ആ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞിട്ട്, പ്രശ്നം ഉണ്ടാക്കിയവരെ കുറിച്ചെല്ലാം പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താ, സൊല്യൂഷനാ വേണ്ട. സൊല്യൂഷനെ കുറിച്ച് അധികം ചർച്ച ചെയ്യാറില്ല. ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ്, കൂടുതലും മനുഷ്യ ജീവിതത്തിന്റെ കൂടുതൽ സമയവും പോകുന്നത് പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടാ. പരിഹാരങ്ങളുടെ ചർച്ച നമ്മൾ കേട്ടിട്ടുണ്ടോ? ശരി, ഈ പ്രശ്നം വന്നു, ഞാൻ ഇതിൽ എന്താ ചെയ്യണ്ടേ, ഞാൻ എന്ത് ചെയ്താൽ ഈ പ്രശ്നത്തിന്റെ കാഠിന്യം ലഘൂകരിക്കാൻ കഴിയും. ഇപ്രകാരം നമുക്ക് ശ്രീരാമചന്ദ്രന്റെ ജീവിത യാത്രയിലൂടെ യഥാർത്ഥത്തിൽ എത്രയെത്ര പ്രാക്ടിക്കൽ ജീവിതം, നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഓരോ ജീവിത സാഹചര്യങ്ങളെ നമുക്ക് എങ്ങനെ ധർമ്മത്തിലിരുന്ന് കൈകാര്യം ചെയ്യാം, അതാണ് നമുക്ക് കിട്ടണം. അത് മാത്രമല്ല, രാമൻ്റെ കാട്ടിലേക്ക് പോകുന്നതിൻ്റെ മംഗളം ദർശിക്കാൻ പോലും എല്ലാവർക്കും കഴിഞ്ഞില്ല. അവിടെ എല്ലാവർക്കും അതൊരു ദുഃഖ സംഭവമായിരുന്നു. പക്ഷെ രാമൻ അറിയാമായിരുന്നു ഇതിലൊരു മംഗളുണ്ട്. കാരണം തൻ്റെ റോളിനെ കുറിച്ച് അദ്ദേഹം വളരെ ബോധവാനായിരുന്നു. ഞാൻ ഈ ഭൂമിയിൽ വന്ന് എൻ്റെ ജീവിത യാത്രയിൽ ഞാൻ എവിടെ പോയാലും അവിടെയെല്ലാം മംഗളാണ്. എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സംഭവിച്ചാലും അതിലെല്ലാം മംഗളം ഉണ്ടാവും. ഞാൻ ഈ കാട്ടിലേക്ക് പോകുന്നതും ഒരു വളരെ മംഗളകരമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പൂർണ്ണ ബോധ്യവാനായിരുന്നു. ആ ബോധം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹം ഡിസ്റ്റർബ് ആകാതിരുന്നത്. എൻ്റെ റോൾ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോണേ. ഇതുപോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതം കേവലം ഒരു ശ്രീരാമചന്ദ്രന്റെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ജീവിത യാത്രയ്ക്ക് തീർച്ചയായിട്ടും ഒരു ലക്ഷ്യമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന റോൾ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കണം. എവിടെയാണെങ്കിലും, അത് വീട്ടിലാണെങ്കിലും, അമ്മായിച്ചൻ്റെ വീട്ടിലാണെങ്കിലും, ഓഫീസിലാണെങ്കിലും, സമൂഹത്തിൽ നമ്മൾ ഏത് അസോസിയേഷനിലോ സംഘടനയിലോ എവിടെ ഉണ്ടെങ്കിലും നമുക്ക് എവിടെ ഇരുന്ന് പാർട്ടി കിട്ടിയിട്ടുണ്ടോ, കിട്ടിയ പാർട്ടി ഏറ്റവും നന്നായി അഭിനയിക്കുക. അതാണ് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യേണ്ടത്. അല്ല നമ്മൾ വിചാരിക്കുന്നത് അയ്യോ ശ്രീരാമചന്ദ്രൻ രാജകുമാരൻ അയോധ്യയിലായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല റോള് അല്ല. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ റോള് ഏറ്റവും ഹീറോ പാർട്ട് ധരിയായിട്ട് അഭിനയിക്കാൻ കഴിയും. എനിക്ക് കിട്ടിയ റോള് ഏറ്റവും വിശേഷമാണെന്ന് മനസ്സിലാക്കി നമ്മൾ അഭിനയിക്കണം. ഒരു നാടകത്തിൽ സമ്മാനം പ്രഖ്യാപിക്കുമ്പോൾ നായികയ്ക്കും നായകനും മാത്രമല്ല ചില സമയത്ത് അവാർഡ് കിട്ടണം. ചിലപ്പോൾ അതിൽ ഒരു കോമഡി കഥാപാത്രം അഭിനയിച്ച ആളുടെ അഭിനയത്തിന് ഏറ്റവും നല്ല അഭിനയത്തിൻ്റെ സമ്മാനം കിട്ടാറുണ്ട്. അതുകൊണ്ട് നാടകത്തിൽ നമുക്ക് കിട്ടിയ റോൾ എത്ര ചെറുതാണെങ്കിൽ പോലും പക്ഷെ ആ കിട്ടിയ റോള് ഞാൻ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുക. അതാണ് ജീവിതത്തിൽ നമുക്ക് സമ്മാനം നേടാനുള്ള മാർഗം അല്ലേ. അതുപോലെ ശ്രീരാമചന്ദ്രൻ ഒരു സന്ദർഭത്തിലും നമുക്ക് ലക്ഷ്മണനെ പോലും കുറ്റം പറയണില്ല. സീതാദേവിയെ ഏൽപ്പിച്ചിട്ടാ പോണേ സൂക്ഷിക്കാൻ. പക്ഷെ തിരിച്ചു വരുമ്പോൾ സീതയെ കാണാനില്ല. അപ്പോഴും ലക്ഷ്മണനെ വേണമെങ്കിൽ സംശയിക്കാം, സംശയിച്ചിട്ടില്ല. വിഭീഷണൻ രാവണന്റെ ചിതയ്ക്ക് തീ കൊളുത്താൻ മടിച്ചു നിൽക്കും. കാരണം ഇത്രയും മോശമായ ഒരു ആളുടെ ചിതയ്ക്ക് ഞാൻ കൊളുത്തില്ല, ചേട്ടനാണെങ്കിൽ പോലും ഞാൻ കൊളുത്തില്ല. ആ സമയത്ത് രാമൻ എന്താ ഉപദേശിക്കണേ, വിഭീഷണ രാവണൻ മരിച്ചു കഴിഞ്ഞു, നിന്റെ മനസ്സിന്ന് മരിച്ചിട്ടില്ല, നിനക്കിപ്പോഴും ദേഷ്യമാണ്, നിന്റെ മനസ്സിലെ രാവണൻ പോയിട്ടില്ല, അതുകൊണ്ടല്ലേ നീ ചിതയ്ക്ക് തീ കൊളുത്താൻ മടിക്കണം. അപ്പൊ സന്ദർഭോചിതമായിട്ട് സമയോചിതമായിട്ട് എല്ലാവർക്കും വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകാൻ ഏറ്റവും പോസിറ്റീവ് വേയിൽ. അതാണ് നമുക്ക് ശ്രീരാമചന്ദ്രനിലൂടെ അനേക ജീവിത തത്വങ്ങൾ കിട്ടും. രണ്ടാമത്തെ രാമൻ, ആത്മാവാകുന്ന രാമനെ നമുക്ക് രാമായണത്തിലൂടെ നീളം ദർശിക്കാം. രാമ അയനമാണ് ആത്മാവാകുന്ന രാമന്റെ ജീവിതയാത്ര. അതായത് നമ്മൾ മനസ്സിലാക്കിയല്ലോ, ആത്മാവ് ഈ ശരീരമാകുന്ന ഈ വസ്ത്രത്തിലിരുന്ന് ജീവിത നാടകം അഭിനയിക്കുക. പറയാറുണ്ടല്ലോ, നമ്മൾ ആത്മാവ് ഈ നാടകശാലയിൽ വന്നത്
ജീവിത നാടകം അഭിനയിക്കാനാ. പക്ഷേ വന്നപ്പം നമ്മൾ വെളിച്ചത്തോടെ വന്നേ. ജീവിതയാത്ര ചെയ്ത് എന്തായി? നമ്മുടെ വെളിച്ചം കുറേശ്ശെ കുറഞ്ഞു. യാത്രക്കിടയിൽ കുറച്ചൊക്കെ അഴുക്ക് പിടിച്ചു. നമ്മളിവിടുന്ന് ബോംബെ വരെ ട്രെയിനിൽ യാത്ര ചെയ്താൽ എന്താ സംഭവിക്കുക? കയറുമ്പോൾ നല്ല ക്ലീൻ ആയിരിക്കും ഡ്രസ്സൊക്കെ. പക്ഷെ യാത്രയുടെ അവസാനം എത്തുമ്പോഴേക്കും നോക്കിയാൽ ചിലപ്പോൾ കുറച്ചൊക്കെ അഴുക്ക് പിടിക്കും. അതേപോലെ ആത്മാവാകുന്ന നമ്മൾ ഓരോ ശുദ്ധ സദോഗുണി ചൈതന്യസത്ത ഈ ശരീരമാകുന്ന വസ്ത്രം എടുത്ത് ജനനം മരണം, ഒരു ശരീരം വിടുക, അടുത്ത ശരീരം എടുക്കുക. ഈ ജനന മരണത്തിന്റെ ഇടയിൽ നമ്മുടെ ജീവിതമാകുന്ന യാത്ര ചെയ്ത് എന്തായി? നമ്മുടെ ഗുണങ്ങളെ ഉപയോഗിച്ച് നമ്മൾ അയോധ്യയിൽ നിന്നാണ് യാത്ര തുടങ്ങി. ശ്രേഷ്ഠ ജീവിതം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാട്ടിലേക്ക് പോകും. കാട്ടിലേക്ക് പോയർത്ത് കാടത്ത സ്വഭാവത്തിലേക്ക് വന്നു. കാട്ടിൽ പോയിട്ട് അവസാനം ആരുടെ കയ്യിൽ പോയി പെടുകയാണ്? രാവണന്റെ കയ്യിൽ പോയി പെടുകയാണ്. രാക്ഷസ സ്വഭാവങ്ങളിലേക്ക് പോവാണ്. പിന്നെ രാക്ഷസനെ ഇല്ലാണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് തിരിച്ചെവിടെ എത്താൻ പറ്റുള്ളൂ? അയോധ്യയിൽ എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇതാരുടെ ജീവിത കഥയാണ്? അയോധ്യയിൽ നിന്ന് തുടങ്ങി കാടത്തത്തിലേക്ക് പോയി, സദോ ഗുണിയിൽ നിന്ന് രജോ ഗുണിയായി, രജോ ഗുണിയിൽ നിന്ന് രാക്ഷസകുലത്തിലെത്തിയ അർത്ഥം തമോ ഗുണിയായി, തമോ ഗുണിയിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യണം? സദോ ഗുണിയാകണം, അയോധ്യയിലേക്ക് മടങ്ങിയെത്തണം. അപ്പൊ ഇതാരുടെ ജീവിതയാത്രയാണ്? ആത്മാവാകുന്ന രാമന്റെ സദോ രജോ തമോ ചതുർയുഗങ്ങളിലൂടെയുള്ള നമ്മുടെ ജീവിത യാത്രയാണ് ശരിക്കും പറഞ്ഞ് രാമായണത്തിലൂടെ നമുക്ക് കാണാൻ കഴിയണം. അപ്പൊ ഭഗവാൻ വീണ്ടും നമുക്ക് ബോധം ഉണ്ടാക്കി തരിക. മക്കളെ, ഇപ്പൊ സമയം എന്തായി? കലിയുഗത്തോടുകൂടി 4ാമത്തെ യുഗം പൂർത്തിയാക്കുകയാണ്. അപ്പോൾ കലിയുഗത്തിന് ശേഷം തമോ ഗുണി ജീവിതത്തിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യണം? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. രാമന്റെ അയനം, രാവുമായണം, ഇരുട്ടുമായണം. എന്തൊക്കെ തമോ ഗുണി സ്വഭാവം ഉണ്ടോ അതിനെയൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യണം? സദോ ഗുണിയായിട്ട്, വെളിച്ചമുള്ളവരായിട്ട്, ഗുണവാന്മാരായിട്ട് മാറണം. ഇനി മൂന്നാമത്തെ രാമൻ ആരാ? മൂന്നാമത്തെ രാമൻ ആരാണ്? പരമാത്മാവാകുന്ന രാമൻ. പരമാത്മാവാകുന്ന രാമൻ അതാണ് ധർമ്മസ്ഥാപനയ്ക്ക് വേണ്ടി വരുന്ന, പറയാറുണ്ടല്ലോ രാമന്റെ അവതാരം ധർമ്മസ്ഥാപനയ്ക്കാണെന്നാ പറയാ. അതിന്റെ അർത്ഥം എന്താ? ഈശ്വരൻ ഈ ഭൂമിയിലേക്ക് അവതരിക്കുന്ന സമയം എപ്പോഴാണ്? ഭഗവാൻ പറയുന്നുണ്ടല്ലോ, ധർമ്മത്തിന് അതിഗ്ലാനി സംഭവിക്കുമ്പോൾ ധർമ്മത്തിന്റെ പുനഃസ്ഥാപനയ്ക്ക് ഞാൻ വരും. ഇതാരുടെ വാഗ്ദാനാണ്? ഈശ്വരന്റെ. അപ്പോ ധർമ്മസ്ഥാപനയ്ക്ക് വന്നത് ആര് തന്നെയായിരിക്കണം? പരമാത്മാവ് തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ്. എന്നിട്ട് രാമായണത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട്, മനുഷ്യനെന്ന് നനച്ചിടുന്നവൻ, പരമാത്മാ രാമനെന്ന് തിരിച്ചറിയാതെ മനുഷ്യനെന്ന് നനച്ചിടുന്നവൻ അജ്ഞാനികൾ എന്നാ പറയുന്നത്. രാമൻ എന്ന് കേൾക്കുമ്പോൾ അത് കേവലം ഒരു രാജകുമാരനായിട്ട് കാണുന്നത് അജ്ഞത കൊണ്ടാ. യഥാർത്ഥത്തില് അധർമ്മത്തെ ഇല്ലാണ്ടാക്കി ധർമ്മം സ്ഥാപിക്കാൻ. രാവണൻ അർത്ഥം അധർമ്മമാണ്. അധർമ്മത്തെ ഇല്ലാണ്ടാക്കി ധർമ്മസ്ഥാപനയ്ക്ക് വേണ്ടി വരുന്നത് ആരാണ്? ഈശ്വരൻ തന്നെയാണ്. പക്ഷെ ആ ഈശ്വരനെ തിരിച്ചറിയാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? മനസ്സ് തമസിൽ സമൃദ്ധം ആയതുകൊണ്ട്. മനസ്സ് മുഴുവൻ തമസമൃദ്ധമാണ്. മനസ്സും ഇത്ര ഇരുട്ട് നിറഞ്ഞു, അജ്ഞതയുടെ അന്ധകാരത്തിൽ കിടക്കുക മാനവൻ. അതുകൊണ്ട് ആരെ തിരിച്ചറിയാൻ പറ്റിയില്ല? ഈശ്വരനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് മാത്രം. അപ്പൊ ആ പരമാത്മാവാകുന്ന രാമൻ എങ്ങനെ ഈശ്വരൻ ധർമ്മം സ്ഥാപിക്കുന്നത്? ഈശ്വരൻ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി ഭഗവാൻ വന്നൊരു വാളെടുക്കുകയോ അല്ലെങ്കിൽ ഒരു അമ്പെടുക്കുകയോ ചെയ്യണോ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ഭഗവാൻ നമുക്കെല്ലാവർക്കും അമ്പും വില്ലും നമ്മുടെ കൈകളിലേക്ക് തരികയാണ്. എൻ്റെ അർത്ഥം എന്താ? അസ്ത്രശസ്ത്രങ്ങള് നമുക്ക് ആയുധവിദ്യ പറഞ്ഞു തരികയാണ്. ഭഗവാൻ നമുക്ക് അറിവ് തരികയാണ്. അറിവ് തന്ന ഓരോ ആത്മാക്കളെയും പ്രാപ്തരാക്കാണ് എങ്ങനെ രാവണന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാം. കാരണം നമ്മൾ ആത്മാക്കളാകുന്ന എല്ലാ സീതമാരും രാവണന്റെ ജയിലിലാണ് ഇപ്പോ. എന്താ രാവണൻ? രാവണത്വ സ്വഭാവങ്ങള്, രാക്ഷസ സ്വഭാവങ്ങള്, അക്രമവും അധർമ്മവും അനീതിയും ദുർവികാരവും ദുസ്വഭാവവും അതിന്റെ ജയിലിൽ കിടക്കുക. ഈ തലകളെ വേണം എന്ത് ചെയ്യാൻ? രാവണത്വ സ്വഭാവങ്ങളാകുന്ന തലകളെ നിഗ്രഹിക്കണം. ഈ നിഗ്രഹം ആരാ ചെയ്യേണ്ടത്? അവരവരുടെ ഉള്ളിലാ കിടക്കുന്നത് കെട്ട സ്വഭാവം. അതിന് ഭഗവാൻ വന്നിട്ടാണോ ഒക്കെ തലകളെ അർത്ഥം ഈ തലകളയണ കാര്യമല്ലല്ലോ, പിന്നെയോ ദുസ്വഭാവങ്ങളുടെ തലകള്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ആ നിഗ്രഹം നടക്കണം. അതിനെന്ത് ചെയ്യണം? ജ്ഞാനമാകുന്ന വാളെടുത്ത് ഉപയോഗിക്കണം. ധ്യാനം, യോഗത്തിന്റെ ശക്തി, പരമാത്മശക്തി. അതുകൊണ്ടാണ് എപ്പോഴും കണ്ടിട്ടില്ലേ, ദിവ്യ അസ്ത്രങ്ങളെ ഉപയോഗിക്കുന്ന അസുരന്മാരെ കൊല്ലാൻ. ധ്യാനിച്ചിരിക്കുക ഒരു അസ്ത്രം കിട്ടുക, എന്നിട്ട് അതെടുത്ത് കൊല്ലുക. ധ്യാനിക്കുമ്പോൾ കിട്ടുന്ന അസ്ത്രം എന്താണ്? വാളും അമ്പും വില്ലും ഒക്കെയാണോ? യഥാർത്ഥത്തിൽ ആ വാള് അമ്പ് വില്ലായിട്ട് കാണിക്കുന്നത് എന്താ? ധ്യാനത്തിലിരിക്കുമ്പോൾ കിട്ടുന്നത് സഹനശക്തി,
ക്ഷമയുടെ ശക്തി, സത്യത്തിൻ്റെ ശക്തി, അല്ലേ, സ്നേഹത്തിൻ്റെ ശക്തി, തിരിച്ചറിയാനുള്ള ശക്തി. ആ ശക്തികളാണ് ശരിക്കും ആയുധങ്ങൾ. അതുപയോഗിച്ച് നിഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുക. അപ്പോൾ ഭഗവാൻ പറഞ്ഞു തരുന്ന മാർഗം ഏതാണ്? ജ്ഞാനമാർഗം, യോഗമാർഗം. ജ്ഞാനത്തിൻ്റെ, യോഗത്തിൻ്റെ അസ്ത്രശസ്ത്രങ്ങൾ നൽകി നമ്മൾ ഓരോ സീതമാരെയും, നമ്മളെല്ലാ ആത്മാക്കളെയും സീതമാരായിട്ട് കണ്ടാൽ പരമാത്മാവാകുന്ന രാമൻ നമ്മളെ ഓരോരുത്തരെയും തയ്യാറാക്കുകയാണ്. അതുകൊണ്ട് രാമായണത്തിൽ പരമാത്മാവിൻ്റെ മഹിമകൾ എത്ര പാടുന്നുണ്ടെന്നറിയാം. ഒരു ഭാഗത്ത് പരമാത്മാവിൻ്റെ മഹിമകൾ ഇങ്ങനെ പാടുന്നുണ്ട്: പരമാനന്ദമൂർത്തി, പരമമായ ആനന്ദമൂർത്തി. ആ വാക്കിൽ തന്നെ ഉണ്ട്. അതാരുടെ മഹിമ? ഈശ്വരൻ്റെ മഹിമയാണല്ലോ. പരബ്രഹ്മമൂർത്തി, ഏകൻ, ഒന്നേ ഉള്ളൂ, ഒരേ ഒരാള്. പരമാത്മാക്കൾ എന്ന് പറയില്ലല്ലോ, പരമാത്മാവ്. ആത്മാക്കളാണെങ്കിൽ ധാരാളം ഉണ്ട്, ധർമാത്മാക്കളും ദൈവാത്മാക്കളും പാപാത്മാക്കളും പുണ്യാത്മാക്കളും എല്ലാം. പക്ഷെ ഏകൻ. അപ്പൊ ഏകൻ എന്ന് പറയുന്നത് ആരെയായിരിക്കണം? ഈശ്വരനെയാണ്, അല്ലേ? അതേപോലെ അവ്യയൻ, അജന്മ, ഒരിക്കലും ക്ഷീണിക്കാത്ത ആള്, അജന്മ, ശരീരം എടുക്കാത്ത ആള്, ശരീരം എടുക്കാതെ സദാ നിത്യവും ജ്യോതി സ്വരൂപത്തിലിരിക്കുന്ന ആള്. ഇതെല്ലാം ആരുടെ മഹിമയാ? അനാദിനാഥൻ, ഗുരു കാരുണ്യമൂർത്തി, സർവരോടും കാരുണ്യം ചൊരിയുന്ന സർവരുടെയും ഗുരു, ഗുരുക്കന്മാർക്കും ഗുരു. അതാരാണ്? ഈശ്വരനാണ്. അപ്പൊ ആ പരമാത്മാ പിതാവിന്റെ സന്താനങ്ങളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ടാണ് ശ്രീരാമൻ പോലും നോക്കൂ, യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ശിവലിംഗത്തിലെ പൂജിക്കുക ചെയ്യുന്നു. എൻ്റെ അർത്ഥം എന്താ? അല്ല, സർവാത്മാക്കൾക്കും ശ്രീരാമന്റെ കൂടി രാമൻ ആരാണ്? പരമാത്മാ, ശിവലിംഗം, ജ്യോതിസ്വരൂപനായ പരമാത്മാവിനെയാണ് ലിംഗരൂപത്തിൽ നമ്മൾ ആദ്യം ആരാധിച്ചിരുന്നത്. അത് പരമാത്മാവിന്റെ ആദ്യത്തെ ഓർമ്മ ചിഹ്നമാണ് ശിവക്ഷേത്രങ്ങൾ. കാരണം ആ സമയത്തുള്ള ഏകദൈവ ആരാധന, ഒരേ ഒരു ശിവപൂജ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ആത്മാവ് എങ്ങനെ വെളിച്ചമായിരിക്കുന്നു, സർവ്വ ആത്മാക്കളാകുന്ന വെളിച്ചത്തിനും വെളിച്ചം തരുന്ന ആള് പരമമായ വെളിച്ചം, അത് പരമാത്മാവാണ്. പരമമായ വെളിച്ചത്തിൽ നമുക്ക് കിട്ടുന്ന വെളിച്ചം എന്താണ്? രാമായണം. ഇരുട്ട് മായണം, ഇരുട്ട് മായം വെളിച്ചം വരണം. ആരെ വെളിച്ചം തരുന്നത്? സർവശക്തിവാൻ. സർവശക്തന്റെ കയ്യിലുള്ള വെളിച്ചം എന്താണ്? ശക്തികളുടെ വെളിച്ചം, അറിവിൻ്റെ വെളിച്ചം, സ്നേഹത്തിൻ്റെ വെളിച്ചം, ശാന്തിയുടെ വെളിച്ചം. കാരണം സുഖത്തിൻ്റെയും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും അറിവിൻ്റെ എല്ലാം കടലാണ് ആര്? സൂര്യനാണ് പരമാത്മ. അപ്പോൾ ആ പരമാത്മാ പിതാവിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും. അപ്പോൾ പരമാത്മാവാകുന്ന രാമനെ നമുക്ക് ദർശിക്കാൻ കഴിഞ്ഞാലേ ആ പരമാത്മാവാകുന്ന രാമനുമായിട്ട് കണക്ഷൻ വെച്ച് കറണ്ട് എടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഇരുട്ട് നീങ്ങും. അതിനുള്ള സമയമാണ് ഇപ്പോൾ. എന്നാലേ നമുക്ക് രാക്ഷസന്മാരുടെ കോട്ടയിൽ നിന്ന് എവിടെ എത്താൻ പറ്റൂ? തിരിച്ച് അയോധ്യ. അപ്പൊ വീണ്ടും നമ്മുടെ നാട്, നമ്മുടെ വീട്, നമ്മുടെ ലോകം അയോധ്യയായിട്ട് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഓരോ ആത്മാക്കളാകുന്ന സീതമാർക്കും ആരുമായിട്ട് ബന്ധം വേണം? പരമാത്മാ രാമനുമായിട്ട്. അപ്പോൾ നമുക്ക് അല്പസമയം പരമാത്മാവാകുന്ന രാമനെ ഓർമ്മിച്ച് കരണ്ടെടുക്കാം. ഈ രാമായണ മാസം ഭഗവാൻ നൽകിയ ഈ സത്സംഗത്തിൽ രാമന്റെ 3 ഭാവത്തെയും എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. ശ്രീരാമചന്ദ്രൻ എന്ന രാജകുമാരനിലൂടെ നിത്യജീവിത പ്രശ്നങ്ങളെ ധർമ്മത്തിലിരുന്ന് എങ്ങനെ കൈകാര്യം ചെയ്യാം, ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതെ എങ്ങനെ കർമ്മം ചെയ്യാൻ കഴിയും, അനേക ജീവിത പാഠങ്ങൾ പ്രാപ്തമാകുന്നു. ജീവിതത്തിൽ രാവിലെ മുതൽ വൈകുന്നത് വരെ ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ശ്രീരാമചന്ദ്രൻ്റെ സ്വഭാവങ്ങളും ഗുണങ്ങളും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയും എനിക്ക് ഊർജം നൽകുന്നതാണ്. ആത്മാവാകുന്ന രാമൻ എനിക്ക് എൻ്റെ ജീവിതകഥയും രാമായണത്തിൽ ദർശിക്കാൻ കഴിയുന്നു. സദോ ഗുണങ്ങളുടെ ഊർജവുമായി ഭൂമിയാകുന്ന ഈ നാടകശാലയിൽ, ശരീരമാകുന്ന ഈ വസ്ത്രത്തിനുള്ളിൽ ഇരുപുരികങ്ങളുടെ മധ്യത്തിലിരുന്ന്
നക്ഷത്രം പോലെ തിളങ്ങുന്ന വിളങ്ങുന്ന സദോഗുണിയായിരുന്ന ഞാൻ ജീവിതയാത്രയിൽ, ജനന മരണചക്രത്തിൽ, ചതുർയുഗങ്ങളിലൂടെയുള്ള യാത്രയ്ക്കൊടുവിൽ വെളിച്ചം കുറഞ്ഞ് സദോയിൽ നിന്ന്, രജോയിൽ നിന്ന് ഇപ്പോൾ തമോ അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഈ കൽപ്പാന്തകാലം ധർമ്മത്തിന് അതിഗ്ലാനി സംഭവിക്കുന്ന സമയം പരമാത്മാവാകുന്ന രാമൻ, ആ പരം ജ്യോതി, പരമപ്രകാശം, പരമാനന്ദമൂർത്തി, അറിവിൻ്റെ സൂര്യൻ, പരമ്പൊരുൾ ജ്ഞാനപ്രകാശം നൽകി, ജ്ഞാനത്തിൻ്റെ അസ്ത്രശസ്ത്രങ്ങൾ നൽകി, ആത്മാവാകുന്ന സീതയായ എന്നെ രാവണത്വ സ്വഭാവങ്ങളുടെ ജയിലിൽ നിന്ന് മുക്തമാക്കാൻ വീണ്ടും ഒരു രാമായണ മാസ ആചരണം ഈ സത്സംഗത്തിലൂടെ പ്രദാനം ചെയ്തിരിക്കുകയാണ്. പരമാത്മരാമനുമായി കണക്ഷൻ വെച്ച് കറണ്ടെടുക്കാൻ ജ്ഞാനയോഗത്തിൻ്റെ അസ്ത്രശസ്ത്രങ്ങൾ പ്രാപ്തമാക്കി എല്ലാ രാവണത്വ സ്വഭാവങ്ങളെയും നിഗ്രഹിച്ച് സ്വയം ഞാൻ രാമനെ പോലെയുള്ള വിഗ്രഹമായി മാറും. ഓം ശാന്തി.